ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു മസാല കൊണ്ട് തന്നെ 3 ഐറ്റംസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് നോക്കിക്കോ, നല്ല ചീസി ആയിട്ടുള്ളത് ആണിത്. ചീസി വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചേർത്താലും മതി. ഇത് നല്ല ചീസി ആയിട്ടുള്ള 3 വെറൈറ്റി ഐറ്റംസ് ആണ്. അതും ഒറ്റ മസാലയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് പൊട്ടാറ്റോയും ചിക്കനും നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു 2 വിസിലടിക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. ഇനി അതിന് വേണ്ടിയിട്ട് 2 ബ്രെഡ് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതവിടെ ഇരിക്കട്ടു. അങ്ങനെ ചിക്കനും പൊട്ടാറ്റോയും കൂടെ വെന്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പൊട്ടാറ്റോ നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നല്ല മാഷ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൂലണക്ക് പിച്ചിടുകയോ ചെയ്യാം. ഇത് നല്ല ചൂടായതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ബാക്കി ഞാൻ ഷ്രെഡ് ചെയ്താണ് ഇടുന്നത്. അങ്ങനെ ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് നമുക്ക് കയ്യിലുള്ളതിടാം. ഞാനിപ്പം ക്യാബേജ് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി അതിലേക്ക് ചിക്കനും കുറച്ച് മസാല ചീസും, അത് ഓപ്ഷണലാണ്. ചീസ് വേണ്ടവർക്കിടാം, അല്ലെങ്കിൽ വേണ്ട. ബാക്കി പിന്നെ ചിക്കനും പിന്നെ മിൻറ്റ് ലീഫും ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയിലയാണോ കറിവേപ്പിലയാണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിടാം. പിന്നെ ബാക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട്, നോമ്പല്ലേ ഉപ്പ് നോക്കാൻ പറ്റില്ല. അങ്ങനെ എന്തായാലും നമ്മൾ ചിക്കനും പൊട്ടാറ്റോയും കൂടെ ഉപ്പിട്ടാണ് വേവിക്കുന്നത്, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കാണും. പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പെപ്പർ പൗഡറിൻ്റെ കാര്യം മറക്കരുത്, കാരണം എരി നമുക്ക് മലയാളീസിന് എരി വേണമല്ലോ ഒരിത്തിരി, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ചീസും കൂടെ ചേർക്കുന്നത് നല്ല ചീസി ആയിരിക്കും, പക്ഷേ എരിക്ക് ഇച്ചിരി പെപ്പർ പൗഡർ ഇട്ടേ പറ്റൂ. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്കത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്ന കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്ത് വെക്കുക. ഇനി എന്നിട്ട് ആ മസാല ഇത് കണക്ക് ആദ്യം ഒന്ന് ഷേപ്പിലാക്കി എടുത്തിട്ട് ബാക്കി മുട്ടയ്ക്കകത്തൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലാക്കി എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നല്ല തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ട് വീണ്ടും മുട്ടയ്ക്കകത്ത് പിന്നെ വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഏകദേശം ഇത്രയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി വന്ന മുട്ട ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ഒരു 3 ടീസ്പൂണോളം മൈദയും കൂടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വേറൊന്നുമല്ല, നമ്മുടെ സമൂസ ലീഫില്ലേ, സമൂസ ലീഫിന് അത്രയാണ് ബാക്കി പരിപാടി നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ലിക്വിഡ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് ഇത് കണക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്നാക്കുമ്പോൾ തന്നെ ഒട്ടിക്കിട്ടും. എന്നിട്ട് ബാക്കി നമ്മൾ ശരിയാക്കി വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മസാല അടുത്ത ഷേപ്പിലുള്ള സ്നാക്സും റെഡിയായി. ചിലർ വിചാരിക്കുകയോ എല്ലാം ഒരു മസാല അതിന് പല പല ഷേപ്പിലാണല്ലോ എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. അല്ലാതെ വേറെ നമുക്ക് മസാല ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു വെക്കാം. ഞാനിപ്പോൾ ഈ ഒറ്റ ഇതുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്തെ ഇത്ര ഐറ്റംസ് ഉണ്ടല്ലോ എന്നുള്ളൊരു കാണുമ്പോൾ ചിലർക്കൊരു തൃപ്തി കിട്ടണ്ടേ, അങ്ങനത്തെ ഐറ്റംസിന് മാത്രമാണ്. നോമ്പെന്ന് പറയുന്നത് ഫുഡിന് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല. പിന്നെ ചില സമയത്ത് നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്തെ ഇന്ന ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും നോമ്പെന്ന് പറയുന്നത് ഫുഡ് മാത്രം നമ്മൾ ബേസ് ചെയ്തിട്ടുള്ളതല്ല. ഇനി അടുത്ത ആ ഒരു ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. അതും കുറച്ച് ഞാൻ ഉണ്ടാക്കി ഫ്രീസ് ചെയ്യാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് ദിവസം അനുസരിച്ച് നമുക്ക് വേണ്ടുന്നതനുസരിച്ച് എടുക്കാം. ബാക്കി പിന്നെ ഇങ്ങനെ സമൂസ ലീഫിലും സമൂസയാക്കി എടുത്തിട്ടുണ്ട്. സമൂസയാക്കാൻ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലോ. നോമ്പായാൽ പിന്നെ നമുക്ക് സമൂസ ഇല്ലാതൊരു പരിപാടിയില്ല. അങ്ങനെ ഈ 3 ഐറ്റംസാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ബാക്കി കുറച്ച് ഫ്രിഡ്ജിലും എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ സെറ്റ് ഞാൻ സമോസ പൊരിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഐറ്റം, അങ്ങനെ ഓരോന്നും ഒരു ഗോൾഡൻ ഷേപ്പ് ആവുന്നത് വരെ ഒന്ന് പൊരിച്ച് നമുക്ക് എടുക്കാം. അങ്ങനെ ആക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്ക് നൈസായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് മാത്രമാക്കി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം. പൊരിപ്പും കാര്യങ്ങളും സ്ഥിരമാണല്ലോ ഇപ്പോൾ വീട്ടിൽ. അങ്ങനെ പൊരിച്ച് അടുത്ത ഐറ്റംസും എടുത്തിട്ടുണ്ട്. അടുത്തതും ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. നമുക്കത് ചൂടോടെ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ചീസി ടെക്സ്ചർ നമുക്ക് കിട്ടും. നമ്മൾ ചീസ് ചേർക്കുന്നുണ്ട്. ചീസ് വേണ്ടാത്തവർക്ക് ചീസ് ചേർക്കണ്ട. ഇത് ജസ്റ്റ് ആ ഒരു നമ്മൾ കാണാൻ ഭംഗിക്ക് ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇതായിട്ട് ഞാൻ ചീസ് ഇട്ടെന്നേ ഉള്ളൂ.
അങ്ങനെ ആ ഐറ്റവും പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മസാല മാത്രമല്ല, നമ്മൾ പല പല വേറെ മസാലാസും സമൂസാത്തിന് ഉണ്ടാക്കത്തില്ലേ, ആ മസാല വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അവിടെ നല്ല ചീസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോമ്പായതുകൊണ്ടാണ് ഞാനത് കഴിച്ച് കാണിക്കാത്തത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.